അതെ. ഇപ്പൊ നമ്മൾ ഈ അഫോർഡബിലിറ്റിയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇപ്പൊ നമ്മൾ ചില കാസ് കാണുമല്ലോ, ഇപ്പൊ നമ്മൾ ഒരു ചിലപ്പോൾ ഒരു 10 to 14 lakhs അല്ലെങ്കിൽ 15 lakhsന് ഉള്ളിലായിരിക്കും EMI കിട്ട് എടുത്തു. ബട്ട് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹൈ മെയിൻ്റെനൻസ് ആയിട്ടുള്ള കാസ് ഉണ്ടാവുമോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഹൈ മെയിൻ്റെനൻസ് ചില ബ്രാൻഡുകളിലെ കാറുകൾ ഹൈ മെയിൻ്റെനൻസ് ആണ്. അത് അവരുടെ കാറുകൾക്ക് ഹൈ മെയിൻ്റെനൻസ് ആണെന്ന് പറയൊന്നുമില്ല. പക്ഷേ ചില കാറുകൾ നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാരുതിയുടെ കാറുകൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വണ്ടിയുടെ വില കൂടുന്നതും ആ വിലയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് സർവീസ് ചാർജ് കൂടിയിട്ടുണ്ട് ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ ഒരു സാലറിയുടെ ആളാണ്, EMI അടയ്ക്കുന്നത് അതൊന്ന് ഒരു കണക്കൂട്ടി വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് ഒരു വലിയ സർവീസ് വന്നാൽ അത് ഉറപ്പായിട്ടും പണിയാവും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ആളുകളെ കാണിക്കാൻ, എന്റെ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടി ഞാൻ വണ്ടി മേടിക്കുകയാണെങ്കിൽ അത് എനിക്ക് അഫോർഡ് ചെയ്യാൻ മാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി പറ്റണം നോക്കിയില്ലെങ്കിൽ അത് പണിയാവാൻ സാധ്യത. നമ്മുടെ നാട്ടിൽ യൂഷ്വലി കണ്ടുവരുന്ന ബ്രാൻഡ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയായിരിക്കും? ഇപ്പോഴത്തെ കണ്ടീഷനിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഒബ്വിയസ്ലി മാരുതിയുടെ സർവീസ് കുഴപ്പമില്ല. ഹുണ്ടായി അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്തതാണ്. ടാറ്റ അത്യാവശ്യം ചീത്തപ്പേരെ കേൾപ്പിക്കുന്നുണ്ടെങ്കിലും ചില ഇടത്തൊക്കെ നന്നായി ചെയ്യുന്ന ആളുകളുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വാറന്റി ഒക്കെ എടുക്കുന്ന വണ്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സർവീസ് കിട്ടാറുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ അത്ര മോശമൊന്നുമില്ല. ചില വണ്ടികൾ ഈ പറഞ്ഞ ലെമൺ എന്ന് പറയുന്ന പോലെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുള്ള വണ്ടികൾ വരുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നല്ലാതെ എല്ലാവർക്കും ഒന്നും പ്രശ്നങ്ങൾ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഒരു പരിധി വരെ സർവീസുകൾ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഈ എക്സ്റ്റൻഡഡ് വാറന്റി ശരിക്കും ബോത്താണോ? ഉറപ്പായിട്ടും വർത്താണ്. എക്സ്റ്റൻഡ് വാറന്റി എടുക്കണം എന്ന് പറയാൻ കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് കൂടെയാണ്. സർവീസിന് വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ പാർട്സിന്റെ പ്രൈസ് വരുമ്പോൾ അത് കയ്യിൽ നിൽക്കില്ല. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റിയറിംഗ് റാക്കിന് കംപ്ലൈന്റ് ആയെന്ന് വെക്കാം, ഒരു ചെറിയ പാർട്ട്, അതിന് തന്നെ ഫോർഡിന് 24,000 രൂപയോളം വിലയുണ്ട്. ഹോണ്ടയ്ക്ക് അതുപോലെ തന്നെ ഒരു 10-30,000 രൂപ വിലയുണ്ട്. അപ്പൊ അതൊക്കെ വാറന്റി ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു പൈസ കൊടുക്കേണ്ട കാര്യമില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ പറയുന്ന പ്രൈസ് അങ്ങോട്ടും മാറാം, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലാണ് മാക്സിമം എടുക്കാൻ പറ്റും. സർവീസ് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ലോണിന്റെ കൂടെ EMI എടുക്കുന്ന സമയത്ത് ഈ എക്സ്റ്റൻഡ് വാറന്റി കൂടെ അടച്ച് മേടിച്ചാൽ അത് ബാങ്കുകാരുടെ ലോൺ കിട്ടുമ്പോൾ അത് കൂടി ഉൾപ്പെടുത്തി എടുത്താൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. എന്തായാലും ഒരു മസ്റ്റ് റെക്കമെൻഡഡ് സംഭവം തന്നെയാണ് അല്ലേ? മാരുതിക്ക് വേണ്ടെന്ന് പറയാറുണ്ട്. ഞാനിപ്പോ മാരുതിക്കും എടുക്കാനാണ് പറയാറുള്ളത്. കാരണം എല്ലാത്തിനും പ്രശ്നം പാർട്സിന് തന്നെയാണ് വില കൂടുതലാണ്. അതെ, ഞാൻ മാരുതി എടുക്കാൻ പറയാറുണ്ട്. ഏത് കാറാണെങ്കിലും എടുക്കാൻ പറയാറുണ്ട്. എത്ര കിട്ടുന്നു അത്രയും വാറന്റി എടുത്തു വെക്കാന്ന് പറയാറുള്ളത്. അതെ, ഒരു ഫീച്ചർ ഒരു കാറാണെങ്കിലോ ബൈക്കാണെങ്കിലോ എടുക്കുന്ന സമയത്ത് ഒരു ഫീച്ചർ അത് മേ ബി പലരും ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും. ബട്ട് അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടണ്ടാത്തതായിട്ടുള്ള ഒരു ഫീച്ചർ എന്തായിരിക്കും? ഇന്നത്തെ കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും ബേസിക് വേണ്ട വണ്ടികളെല്ലാം ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ABS, എയർ ബാഗ്, ഇത് രണ്ടും എല്ലാ വണ്ടിക്കും ഉണ്ട്. ഇപ്പോൾ അത് റെഗുലേഷൻ ആണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇപ്പൊ ഇല്ല. പിന്നെ എല്ലാം പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പോൾ ടോപ്പ് എൻഡ് മേടിച്ചാൽ മാത്രം കിട്ടുന്ന കാര്യമുണ്ട്. എനിക്ക് പിന്നില് വൈപ്പർ ഡിഫോഗർ മസ്റ്റ് ആയിട്ട് വേണമെന്ന് ഞാൻ പറയാറുണ്ട് എല്ലാ വണ്ടിക്കും. പക്ഷെ അത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളൂ. അത് അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് ഞാൻ കരുതുന്നത്. പാടില്ല. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ 3 കണ്ണാടികൾ യൂസ് ചെയ്ത് ഓടിക്കുന്ന ആൾക്ക് അത് വേണമെന്ന് ഞാൻ പറയാറുള്ളത്. ഇപ്പൊ നമ്മളൊരു കാറോ ബൈക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്യുന്ന ഏതൊരു ഹാബിറ്റ് ആയിരിക്കും അതിന്റെ എഞ്ചിനെയൊക്കെ ഏറ്റവും മോശമായിട്ട് പെട്ടെന്ന് ബാധിക്കുന്നത്? ചെറിയ ഓട്ടങ്ങളാണ് വണ്ടികൾക്ക് കേട്. അപ്പൊ നമ്മൾ വെറുതെ എടുത്ത് കടയിലൊക്കെ പോകുന്നു. ഡീസൽ വണ്ടികൾക്കൊക്കെ അത് പ്രശ്നമാണ്. പെട്രോൾ വണ്ടിക്ക് വലിയ സീനൊന്നുമില്ല. പിന്നെ ഈ ലോവർ ഗിയറിൽ മാറാൻ മടിച്ചിട്ട് കൂടിയ ഗിയറിൽ 4ാമത്തെ 3ാമത്തെ ഗിയറിലിട്ട് വണ്ടിനെ ഇരപ്പിച്ച് ഓടിക്കുന്നത്, നോക്കി ചെയ്യുന്നതൊക്കെ വണ്ടിക്ക് പ്രശ്നമാണ്. പുതിയ ഡ്രൈവർമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ പറയാനായിട്ടില്ല. അതായത് ഇപ്പോഴത്തെ വണ്ടികളെല്ലാം തന്നെ ഒരു പരിധി വരെ ഓടിച്ചുകൊണ്ട് നടന്നാലും അൺഡിസ്ട്രക്റ്റബിൾ എന്നൊക്കെ പറയുന്ന നിലയ്ക്കുള്ള വണ്ടികളുണ്ട്. സ്റ്റിൽ ചില കാര്യങ്ങൾ വണ്ടിയെ നശിപ്പിക്കും. അത് ഈ പറഞ്ഞ ഡീസൽ വണ്ടി കുറച്ച് ദൂരം ഓടിക്കുന്നു, രാവിലെ ഒരു 2 കിലോമീറ്റർ എടുക്കാനായിട്ട് ഓടിച്ച് വണ്ടിയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്താതെ ചെയ്യുന്നു, പിന്നെ എടുത്ത വഴിക്ക് ഹൈ റവ് ചെയ്ത് ഓടിച്ചു പോകുന്നതും ഒക്കെ വണ്ടിക്ക് പ്രശ്നമാണ്. അതെ, ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ സർവീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് എത്ര ഒരു ടൈം ഗ്യാപ്പിലാണ് ചെയ്യേണ്ടത് ശരിക്കും? അത് ഇത് പല ആളുകൾക്കും ഉള്ള പ്രശ്നമാണ്, അറിയാത്ത പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ റീലൊക്കെ കാണും, ഇന്ന കിലോമീറ്റർ സർവീസ് ചെയ്യുന്നൊക്കെ പറയും. ഇതൊന്നും ആവശ്യമില്ല. അതായത് ഒരു വണ്ടി മേടിക്കുമ്പോൾ എല്ലാ പ്രോഡക്റ്റ് മേടിക്കുന്ന പോലെയും ഒരു ഓണേഴ്സ് മാനുവലുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ട് അത് മാത്രം കീപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അത് എന്താണോ പറയുന്നത് ആ പറയുന്ന ഇന്റർവെല്ലിൽ സർവീസ് ചെയ്യുക, ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ വീൽ അലൈൻമെന്റ് ചെയ്യുക, അതെല്ലാം ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അതാണ് വണ്ടിയുടെ ജാതകം. അതും നോക്കുക, അതൊന്ന് വായിച്ചു നോക്കാൻ മെനക്കെട്ടാൽ മതി. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കിട്ടും. അതിന് പകരം പകുതി അറിവുള്ള ആളുകളുടെ റീൽസ് പോയി കാണുക, അല്ലെങ്കിൽ റീൽസ് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന റീൽസിന്റെ പിന്നാലെ പോക്ക് ചെയ്യുന്നതൊക്കെ പ്രശ്നമാണ്. അതുപോലെ നമ്മൾ ടയേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ യൂസ്ഡ് ടയേഴ്സ് ബിഗ്നോ
അത് ശരിക്കും പറഞ്ഞാൽ പലരും ഭയങ്കര നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടല്ലോ എമൗണ്ടിൽ തന്നെ. അങ്ങനെ യൂസ് ടയേഴ്സ് വാങ്ങുന്നവരുണ്ട്. അത് ബിഗ് നോ എന്ന് പറയാൻ കാരണം ടയറിന് ഇപ്പൊ ഫുൾ കട്ട ഉണ്ടെങ്കിലും അതിന് ഏജ് ആയിട്ടുണ്ടെങ്കിൽ ആ ടയറിന് എഫക്ട് ഇല്ല എന്ന് വെച്ചാൽ ടയറിന്റെ ഒരു ഗുണം ചെയ്യില്ല. അപ്പൊ നമുക്ക് പലപ്പോഴും യൂസ്ഡ് ടയേഴ്സ് നമുക്ക് പലപ്പോഴും യൂസ്ഡ് ടയേഴ്സ് കിട്ടുന്നത് കൂടിയ ഒരു ത്രെഡൊക്കെ ടയേഴ്സ് ആയിരിക്കുമെങ്കിലും അത് കുറെ കാലം വെച്ച പഴകിയ ടയറോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് യൂസ്ഡ് ടയേഴ്സിന് പോരുത്. വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ടയറാണ്. അതിന് കുറച്ച് കാശ് ചിലവാക്കുന്ന നഷ്ടം വിചാരിക്കേണ്ട കാര്യമില്ല. എന്തായാലും പുതിയത് വാങ്ങിയിടുക. ഇപ്പൊ ഓടിയില്ലെങ്കിലും 4-5-6 വർഷം കഴിയുമ്പോൾ മാറ്റി പുതിയ ടയർ ഇടണം എന്നാ പറയാം. ഒരു 5 years ഉറപ്പായിട്ടും അതിനും ഇന്റർവെൽസ് ഉണ്ട്. ഓരോ ടയറിന്റെയും മാനുഫാക്ചേഴ്സ് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിയുമ്പോൾ അത് മാറ്റിയിടണം എന്നാണ് പറയാം. കാരണം ഇതൊക്കെ സേഫ്റ്റിയുടെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 5 സ്റ്റാർ വണ്ടി മേടിച്ച് ടയർ മാറുന്നില്ല എന്നായിരിക്കും, 5 സ്റ്റാർ വണ്ടി മേടിച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല എന്നായിരിക്കും. ഇതൊക്കെ വിപരീത ഫലം ചെയ്യും. അത് ഇത്രയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ യൂസ്ഡ് ടയേഴ്സ് ഉണ്ടല്ലോ, അത് ശരി എവിടുന്ന് വരുന്ന ടയേഴ്സ് ആണിത്? അത് യൂസ്ഡ് ടയേഴ്സ് എവിടുന്ന് വരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ സ്റ്റോക്കുകളായിരിക്കാം. അതല്ലെങ്കിൽ ടയറുകളിൽ മുകളിലേക്ക് റീസോൾവ് ചെയ്ത് അല്ലെങ്കിൽ ത്രെഡ് ചെയ്തിട്ടോ ഡ്രോ ചെയ്ത് വരുന്ന ടയറുകളായിരിക്കാം. ഞാൻ പറഞ്ഞ ചിലപ്പോൾ ടയറുകളെല്ലാം ഫ്രഷ് ടയർ ആയിരിക്കാം, പക്ഷെ അത് 4-5 വർഷം പഴക്കമുള്ളതോ ഓൾഡ് സ്റ്റോക്കോ അതല്ലെങ്കിൽ ഫാക്ടറി റിജക്റ്റഡോ അങ്ങനെ പലതും ആവാം. അതല്ലാണ്ട് എന്തായാലും പുതിയ ടയർ എന്തായാലും ഇവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു ടയർ കടക്കാരോട് ഒഫൻസീവ് ആയിട്ട് പറയല്ല കേട്ടോ. ഞാൻ പറയുന്നത് ആളുകളുടെ സേഫ്റ്റിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ടയറാണെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. ആ ഒരു അതായത് ചെറിയ പൈസക്ക് ഇതിങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ചിലരിങ്ങനെ പറയാറുണ്ടല്ലോ നമ്മൾ ഈ സ്പോർട്സ് ട്രാക്കിൽ യൂസ് ചെയ്ത ടയേഴ്സ് ആയിരിക്കും ഇങ്ങനെ വരുന്നതെന്നൊക്കെ. അത് കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആവാൻ ചാൻസ് കുറവാണ്. കാരണം ട്രാക്കിൽ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ആ ടയറിന്റെ ലൈഫ് ഏറെക്കുറെ തീർത്തിട്ടേ വരുള്ളൂ. കാരണം ട്രാക്കിൽ നമ്മൾ റോട്ടിൽ ഓടിക്കുന്ന പോലെ അല്ല. ട്രാക്കിൽ ഒരു 10 റൗണ്ട് ഓടിച്ചാൽ റോട്ടിൽ ഒരു 16 കിലോമീറ്റർ ഓടുന്ന ടയർ തീർന്നു. അങ്ങനെയാണ് അതിന്റെ കാര്യം. അതൊന്നും അപ്പൊ അതൊക്കെ വെറുതെ പറയുന്നത്. അതുപോലെ ഇപ്പം EVs ഇലക്ട്രിക് വെഹിക്കിൾസ് അത് ഒരുപാട് നമ്മുടെ നാട്ടില് മൊത്തത്തിൽ ഒരുപാടുണ്ട്. കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ കണ്ടുവരുന്നുണ്ട്. എന്താണ് ഈ ഒരു മാറ്റത്തിന് കാരണം? ശരിക്കും പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആണോ? ഇലക്ട്രിക് കാർ പ്രാക്ടിക്കലാണ്. ലോക്കൽ ഓട്ടങ്ങൾക്കും അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക്. സിംഗിൾ കാറായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു അത്യാവശ്യം യാത്ര പോയി വരികയാണ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വന്നു. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വേറെ എവിടെയും പോകേണ്ടി വന്നാൽ ഞാൻ ചാർജ് ചെയ്യാൻ 1 മണിക്കൂർ കളയണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അതല്ലെങ്കിൽ അത്രയും റേഞ്ചുള്ള വണ്ടികൾ വരണം. ഒരു സെക്കൻഡ് കാർ എന്ന നിലയ്ക്ക് അതല്ലെങ്കിൽ ഒരു വീട്ടിലൊരു കാറുണ്ട്, നമുക്ക് ലോക്കൽ റണ്ണൗട്ട്സിന് ചെറിയ കാർ വേണമെങ്കിൽ ഒക്കെ EV നല്ലതാണ്. ഇപ്പോൾ EV പോലുള്ള വണ്ടികൾക്ക് 543 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും ലോങ് ഡ്രൈവിനൊക്കെ പറ്റും. ഈ ലോങ് ഡ്രൈവിന് പറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഒരു 540 കിലോമീറ്റർ ഒന്നും ഓടിക്കില്ല. പക്ഷേ ഇപ്പോഴും ചാർജിങ്ങിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഒറ്റക്കാറായിട്ട് വേണമെങ്കിൽ എനിക്ക് സ്കെപ്റ്റിക്കലാണ് ഞാൻ. പക്ഷെ വാങ്ങുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഞാനിപ്പോഴും കരുതുന്നത് ഒറ്റക്കാറാകുമ്പോൾ ഇലക്ട്രിക് കാർ ഒത്തിരി റിസ്ക് ആണ് എന്ന് തന്നെയാണ്. ഇലക്ട്രിക് വേണമെങ്കിൽ നമുക്കൊരു മെയിൻ കാറിന്റെ കൂട്ടത്തിൽ കാർ വേണമെന്നില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു സെനാരിയോ, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി വന്നു, പെട്ടെന്ന് അത്യാവശ്യം വന്നു, അപ്പൊ എന്ത് ചെയ്യും? ആ സമയത്ത് ടാക്സി നോക്കി പോകേണ്ടി വരും, അല്ലെങ്കിൽ ആ സമയത്ത് വേറെ വണ്ടി എടുക്കേണ്ടി വരും. ചാർജ് ചെയ്യാൻ സമയം കിട്ടിക്കൊള്ളുന്നില്ല. ബാക്കപ്പിന് വേണ്ടി ഒരു കാർ ഇല്ലാണ്ട് EV വെക്കുന്നത് എനിക്ക് തരൂല. ചെയ്യുന്ന ആളുകളുണ്ടാവും, പ്രശ്നമില്ല, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കത് ധൈര്യം വന്നിട്ടില്ല.